Welcome back. Now I am going to discuss the topic Types of Functional Dependencies Part 2 in Database Management System. So this is the classification of functional dependency classified into 6. So fully functional dependency, partial functional dependency and transitive functional dependency are already discussed in the previous lecture. So today we are going to discuss the remaining 3 dependencies, that is trivial, non-trivial and multi-valued functional dependencies. First one is multi-valued functional dependency. See, multi-valued functional dependency is an assertion that two set of attributes are independent of each other. അതായത് രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിപ്പെൻഡൻസിയാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയെ നമുക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആ ആരോ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, കണക്ട് ചെയ്യുന്ന രണ്ട് ആരോസ് ഒരേ കണക്ക്. And a1, a2, etc. up to an multi-value dependent on b1, b2, etc. up to bn holds in a relation. ഒരു റിലേഷനിൽ a1, a2 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് b1, b2 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടായിട്ട് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഈ പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് അവർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ടി ഓഫ് എ ഈക്വൽ ടു യു ഓഫ് എ. അങ്ങനെയാണെങ്കിൽ യു ഓഫ് എ ഈക്വൽ ടു ടി ഓഫ് എ, വി ഓഫ് ബി ഇസ് ഈക്വൽ ടു ടി ഓഫ് ബി, വി ഓഫ് റെസ്റ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് റെസ്റ്റ്. സോ ഈ ടിയും എയും ഒക്കെ എന്തിനെയാണ് ഡിനോട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒന്നുമില്ല, നമ്മളെടുക്കുന്ന ടേബിളിലെ ടപ്പിൾസിനെയും ആട്രിബ്യൂട്ട്സിനെയൊക്കെയാണ് അത് ബിലോങ് ചെയ്യുന്നത്. സോ എങ്ങനെ നമുക്കതിനെ കൺസിഡർ ചെയ്യാമെന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിൽ മനസ്സിലാവും. സോ ഇത്ര മാത്രം മനസ്സിലാക്കുക. മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ കണക്ട് ചെയ്യാനായിട്ടാണ്. അതിന് ഈ പറഞ്ഞ റൂള് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയിൽ ആവുന്നത്. ഓക്കെ, so multi-valued dependency rises when a relation are having non-atomic values is converted into normalized form. ഞാൻ പറഞ്ഞു, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്ത് ഡിപ്പെൻഡൻ്റ് ആക്കണം. അതായത് അൺനോർമലൈസ്ഡ് ആയിട്ടുള്ള ടേബിള് വരുമ്പോഴാണ് ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി അറൈസ് ആവുന്നത്. അൺനോർമലൈസ്ഡ് മീൻസ് നോൺ അറ്റോമിക് വാല്യൂസ്, അതായത് ഒരു ടപ്പിളിൽ ഒരു വാല്യൂ മറ്റൊരു വാല്യൂ ആയിട്ട് സിംഗിളി യുണീക്ലി ഐഡൻറ്റിഫൈ ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു ടപ്പിളിൻ്റെ അകത്ത്. അതായത് ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, കോഴ്സ്, ടീച്ചർ. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വാല്യൂ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ രണ്ട് കോഴ്സും രണ്ട് ടീച്ചേഴ്സുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ടപ്പിളിൽ തന്നെ, ഒരു റോയിൽ തന്നെ. അങ്ങനെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ നോൺ അറ്റോമിക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള അൺനോർമലൈസ്ഡ് ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റണം. അവിടെയാണ് നമ്മൾ ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി അറൈസ് ആവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അൺനോർമലൈസ്ഡ് ടേബിളിലാണ് എപ്പോഴും നോൺ അറ്റോമിക് വാല്യൂസ് ഉള്ളത്. അതിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ വാല്യൂ എന്തായി മാറും? അറ്റോമിക് വാല്യൂസ് ആയിട്ട് മാറും. ക്ലിയർ? അവിടെ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് ദ നോർമലൈസ്ഡ് ഫോം ഓഫ് ദ ടേബിൾ. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ കണ്ടത് അൺനോർമലൈസ്ഡ് ഫോം ഓഫ് ടേബിളായിരുന്നു. അതിൻ്റെ അകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഒക്കെ സിംഗിൾ ടപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോഴ്സും ടീച്ചറും ഒരു റോയിൽ തന്നെ രണ്ട് വാല്യൂസ് വീതം ഉണ്ടായിരുന്നു. കോഴ്സസ് ആണെങ്കിൽ DBMSഉം ജാവയും, ടീച്ചേഴ്സും രണ്ട് പേരുടെ പേരും ഉണ്ടായിരുന്നു. സോ ആ ടേബിളിനെ നമ്മളിവിടെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഒരു വട്ടവും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കോഴ്സസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ആ കോഴ്സിന് നേർക്കുള്ള ടീച്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ DBMS എന്ന് പറഞ്ഞ സബ്ജക്റ്റ് രണ്ട് പേരെടുക്കുന്നുണ്ട്, ജാവയും രണ്ട് പേരെടുക്കുന്നുണ്ട്. സോ 111 ID IT ഡിപ്പാർട്ട്മെൻറ്റ്, DBMS അരുൺ ഫാക്കൽറ്റി, ഇനി ജാവ അരുൺ ഫാക്കൽറ്റി. ഇനി DBMS തന്നെ അഖിൽ ഫാക്കൽറ്റി എടുക്കുന്നതും, ജാവയും അതേ കണക്ക് തന്നെ സെയിം ഫാക്കൽറ്റി എടുക്കുന്നതും. ഇനി നെറ്റ്വർക്ക്സ് ഒരൊറ്റ സബ്ജക്റ്റ് തന്നെ രണ്ട് ഫാക്കൽറ്റിയുടെ ഒരു റോയിൽ എഴുതിയേക്കുമായിരുന്നു. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ, അപ്പം ഓരോ റോ എടുത്താലും അല്ലെങ്കിൽ ടപ്പിൾസ് എടുത്താലും അറ്റോമിക് വാല്യൂസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതിയതാണ് അൺനോർമലൈസ്ഡ് ഫോമിൽ നിന്നും നോർമലൈസ്ഡ് ഫോമിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്.
സോ ഇനി നമുക്ക് ഇവിടെ മൾട്ടി വാല്യൂഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് DID ഡി നെയിം മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി കോസ്, അതാണ് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ DID ഡി നെയിമിനെ എ ആയിട്ടും കോസിന് ബി ആയിട്ടും കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ വെച്ച് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ഇറ്റ് വിത്ത് ദറ്റ് കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ഞാനിവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ടി ഓഫ് എ ഈക്വൽ ടു യു ഓഫ് എ ആണെങ്കിൽ ദെൻ യു ഓഫ് എ ഈക്വൽ ടു ടി ഓഫ് എ ആൻഡ് വി ഓഫ് ബി ഈക്വൽ ടു ടി ഓഫ് ബി ആൻഡ് വി ഓഫ് റെസ്റ്റ് ഈക്വൽ ടു യു ഓഫ് റെസ്റ്റ്. സോ നമ്മുടെ ഈ ടേബിളിൽ നോർമലൈസ് ടേബിളിൽ ടിയും യുവും ബിയെ നമുക്ക് പ്ലേസ് ചെയ്യണം. സോ നമ്മൾ സപ്പോസ് ചെയ്യുവാണ് രണ്ടാമത്തെ ടപ്പിൾ വാല്യൂ, ഓക്കെ, DID എന്ന് പറയുന്നത് ടി ആയിട്ടും മൂന്നാമത്തെ ടപ്പിൾ വാല്യൂ DID എന്ന് പറയുന്ന യു ആയിട്ടും നാലാമത്തെ ടപ്പിൾ വാല്യൂ DID എന്ന് പറയുന്ന വി ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എയും ബിയെയും നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എ DID ഡി നെയിം ബി കോസ്. അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്യാം. ഞാനവിടെ TUV എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നിങ്ങൾ ആ ഫിഗറിൽ ആ ലൈന് ഫോക്കസ് ചെയ്തിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ. ഓക്കെ, ടി ഓഫ് എ ഈക്വൽ ടു യു ഓഫ് എ. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. ടി ഓഫ് എ ഈക്വൽ ടു യു ഓഫ് എ. അപ്പോൾ നമുക്ക് നോക്കാം. ടി എന്ന് പറയുന്നത് DID, ക്ലിയർ. ടി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? DID ഡി നെയിം. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെക്കൻഡ് റോ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. യു തേർഡ് റോ, വി ഫോർത്ത് റോ. ഇനി ടി ഓഫ് എ ഈക്വൽ ടു യു ഓഫ് എ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടി ഓഫ് DID ഡി നെയിം. യു ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് DID ഡി നെയിം. അപ്പോൾ ടിയും യുവിൻ്റെയും സ്ഥാനത്തെ DIDയും ഡി നെയിമും ഈക്വൽ ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആണോ? ടിയും യുവും ഇരിക്കുന്ന റോയിൽ DIDയും ഡി നെയിമും ഈക്വൽ ആണ്. 1 1 1 1 1 1 IT IT. സോ ആ കണ്ടീഷൻ ട്രൂ ആണ്. ആണെങ്കിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ദെൻ എന്താ? യു ഓഫ് എ ഈക്വൽ ടു ടി ഓഫ് എ. അപ്പോൾ നോക്ക്, യു ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 111 DIDയും IT ഡി നെയിമും യു ഓഫ് എ. ഇനി ടി ഓഫ് എയോ? 111 DIDയും IT ഡി നെയിമും. അപ്പം ടിയുടെയും യുവിൻ്റെയും റോസിൽ DIDയും ഡി നെയിമും ഈക്വൽ ആണോ എന്ന് നോക്കണം. ടിയും യുവും റോ നിങ്ങൾ എടുത്തു, അതിൽ DIDയും ഡി നെയിമും നോക്കണം. ശരിയാണ്, രണ്ടും ഈക്വൽ ആണ്. 111ഉം ITയും ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ വി ഓഫ് ബി ഈക്വൽ ടു ടി ഓഫ് ബി ആണോ എന്ന് നോക്കണം. നമുക്ക് വി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ജാവ. ഓക്കെ, വി പ്ലേസ് ചെയ്തിരിക്കുന്ന റോയിൽ കോസ് ജാവ. ഓക്കെ, ഇനി ടി പ്ലേസ് ചെയ്തിരിക്കുന്ന റോയിൽ കോസ്. ഇപ്പോൾ ടി പ്ലേസ് ചെയ്തിരിക്കുന്ന റോയിലെ കോസ് എന്താണ്? ജാവ. അപ്പോൾ എന്താ? ഈക്വൽ ആണ്. വി ഓഫ് ബി ഈക്വൽ ടു ടി ഓഫ് ബി. ബി എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ബിയെ നമ്മൾ കോസായിട്ട് ഇവിടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷനും ട്രൂ ആയി. ഇങ്ങനെ ആണെങ്കിൽ എന്താണ്? വി ഓഫ് റെസ്റ്റ് ഈക്വൽ ടു യു ഓഫ് റെസ്റ്റ് എന്ന്. ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയിലും പെടാത്ത ആൾക്കാർ. അപ്പം എയിലും ബിയും പെടാത്ത ആൾക്കാർ ടീച്ചർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. അപ്പോൾ വി ഓഫ് റെസ്റ്റും യു ഓഫ് റെസ്റ്റും ഈക്വൽ ആണോ എന്ന് നോക്കണം. വി എന്ന് പറഞ്ഞിരിക്കുന്ന ആട്രിബ്യൂട്ടുള്ള റോയുടെ ടീച്ചർ ആരാ? അഖിൽ. ഇനി യു എന്ന് പറയുന്ന ആട്രിബ്യൂട്ടുള്ള റോയിലെ ടീച്ചർ ആരാ? അഖിൽ. സോ രണ്ടും ഈക്വൽ ആണ്. സോ വി ഓഫ് റെസ്റ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് റെസ്റ്റ്. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ DID ഡി നെയിം മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻ്റ് ഓൺ കോസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? സോ നമ്മളിവിടെ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി പ്രൂവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് trivial functional dependency. So if a functional dependency A determines B holds where B is a subset of A. Okay, trivial functional dependency എന്ന് പറഞ്ഞാൽ A determines B എന്ന് പറഞ്ഞൊരു functional dependency എക്സിസ്റ്റ് ചെയ്യുന്നു. അത് ട്രിവിയൽ ആകണം എന്നുണ്ടെങ്കിൽ എന്താണ്? B is a subset of A. B എന്ന് പറയുന്നത് Aയുടെ സബ്സെറ്റ് ആയിരിക്കണം.
Okay, so B is a subset of A, then it is called a trivial functional dependency. ഇനി സബ്സെറ്റ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സി ഡി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി എക്സാമ്പിളായിട്ട് തന്നിരിക്കുവാണ്. അതിൽ സി ഡിയുടെ സബ്സെറ്റാണ് ഡി. ഓക്കെ, സോ ഈ ഡി ഇസ് എ subset of CD. Here the dependency is valid but not find new things. So it is already a non-subset. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഇവിടെ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ ഇവിടെ പുതിയ ഫങ്ഷൻസ് ഒന്നും അല്ലെങ്കിൽ പുതിയ ഫൈൻഡിങ്സ് ഒന്നും റൈസ് ചെയ്യത്തില്ല. നിലവിലുള്ള കാര്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, സബ്സെറ്റിന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം സി ഡി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് സി ഡിയുടെ സബ്സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ സി ഡി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്ന എക്സാമ്പിളിൽ നിന്നാണ് ഈ ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് സി ഡി എന്ന് കണ്ടുപിടിച്ചത്. ഇത് വാലിഡ് ആണ്, പക്ഷേ പുതുതായിട്ട് നമ്മളൊന്നും ഡിറൈവ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഉള്ള ആ സബ്സെറ്റ് തന്നെ അതിനെ ഒന്ന് ഫൈനായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. സോ അതായത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഒരു പ്രത്യേകത. ബി എയുടെ സബ്സെറ്റും ആയിരിക്കും, അതുകൂടാതെ പുതിയ ഫൈൻഡിങ്സ് ഒന്നും എറൈസ് ചെയ്യത്തില്ല. ഉള്ള സബ്സെറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ദറ്റ് ഈസ് ഡി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി ഡി. സി ഡി എന്ന് പറഞ്ഞ ആ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഏരിയയിൽ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സി ഡിയിൽ ഡി എന്ന് പറയുന്ന സി ഡിയുടെ സബ്സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റാണ് ഇവിടെ നോൺ ട്രിവിയലിൽ വരുന്നത്. ഇവിടെ എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി ഹോൾഡ് ചെയ്യും, പക്ഷേ എന്താണ്, ബി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എന്താവത്തുള്ളൂ, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, സി ഡി ഡിറ്റർമിൻ സി ഡി ഇ. ഓക്കെ, സോ സി ഡി ഡിറ്റർമിൻ സി ഡി ഇയിൽ ഈ സി ഡി ഇ എന്ന് പറയുന്നത് ഒരിക്കലും സി ഡിയുടെ സബ്സെറ്റ് ആവത്തില്ല. എന്തുകൊണ്ടാണ്? കാര്യം സി ഡി ഇ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. ആ ആൾ സി ഡി എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഉള്ള വാല്യൂസിൽ ഇല്ലാത്ത ആളാണ്. അതേസമയം സി ഡി ഡിറ്റർമിൻസ് സി എന്നോ അല്ലെങ്കിൽ സി ഡി ഡിറ്റർമിൻസ് ഡി എന്നോ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനും എന്താണ്, സബ്സെറ്റായിട്ട് വന്നേനും. കാരണം എന്താ, സി ഡിയിൽ സിയും ഉണ്ട് ഡിയും ഉണ്ട്. സി ഡിയുടെ സബ്സെറ്റാണ് സി, സി ഡിയുടെ സബ്സെറ്റാണ് ഡി. സോ പക്ഷേ ഇവിടെ എന്താണ്, സി ഡി ഡിറ്റർമിൻ സി ഡി ഇ, അതിൽ ഇ എന്ന് പറയുന്ന പുതിയ ഒരാളാണ്. സോ ഇവിടെ ന്യൂ ഫൈൻഡിങ്സ് എറൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സബ്സെറ്റ് ആകത്തില്ല. അതുകൂടാതെ അങ്ങനെ സബ്സെറ്റ് അല്ലാത്ത ആൾക്കാരായിരിക്കും എന്തിവിടെ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. So CD determines CDE. E is the new thing and CDE is not a subset of CD. Okay, അതായത് സി ഡി എന്ന് പറയുന്നത് സി ഡിയുടെ സബ്സെറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ല. ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. സോ രണ്ടും ഓപ്പോസിറ്റ് കോൺസെപ്റ്റാണ്. സബ്സെറ്റ് ആണെങ്കിൽ ട്രിവിയൽ, സബ്സെറ്റ് അല്ലെങ്കിൽ നോൺ ട്രിവിയൽ. സബ്സെറ്റ് ആണെങ്കിൽ പുതിയ ഫൈൻഡിങ്സ് ഒന്നും എറൈസ് ആവത്തില്ല. സബ്സെറ്റ് അല്ലെങ്കിൽ അവിടെ പുതിയ ഫൈൻഡിങ്സ് എറൈസ് ആവും. അതുകൊണ്ട് തന്നെയാണ് അത് സബ്സെറ്റ് അല്ലാതെ ആവുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ നോൺ ട്രിവിയലിൻ്റെ തന്നെ ഒരു കാറ്റഗറിയാണ് കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. സോ കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ എന്ന് പറയുമ്പോൾ ഇഫ് എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എ ഡിറ്റർമിൻസ് ബി ഹോൾസ് വെയർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. എ ഇൻ്റർസെക്റ്റ് ബി എന്ന് പറയുന്ന ഒരു നൾ സെറ്റ് ആവുമ്പോഴാണ് അതെന്ത്, കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആവുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ലാസ്റ്റ് 3 കാറ്റഗറീസ് ആയിരുന്നു. മൾട്ടി വാല്യൂഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, trivial and non-trivial. Assignment question: what is multi-valued functional dependency? Differentiate between trivial and non-trivial functional dependency. So thank you.